BJP കഴിഞ്ഞാൽ NDAയ്ക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി BDJS സ്വയം അവരോധിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ NDAയ്ക്കുള്ളിൽ കാര്യമായ രീതിയിലുള്ള പിന്തുണയോ പരിഗണനയോ BDJSന് കിട്ടുന്നില്ല എന്ന BDJSനുള്ളിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആശങ്കയും വ്യാകുലതയും ഒക്കെ മുൻപോട്ട് വെക്കുമ്പോൾ ഇപ്പോൾ BDJSന് ആശ്വാസകരമായ ഒരു വാർത്ത എത്തിയിരിക്കുകയാണ്. ആ ആശ്വാസകരമായ വാർത്ത എന്താണ് എന്നുള്ളതിന് പ്രാധാന്യവും ഏറെയാണ്. നിലവിൽ BJPയുടെ മുഖം ആകെ മാറിയിരിക്കുകയാണ്. BJPയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K. സുരേന്ദ്രൻ മാറുന്നു. അവിടേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുകയാണ്. ശശി തരൂരിനെ പോലെ കരുത്തനായ ഒരു നേതാവിനെ കാലങ്ങളായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അടക്കി ഭരിക്കുന്ന ശശി തരൂരിനെ വിയർത്തുമാത്രം വിജയിക്കുവാൻ ഇടം നൽകിയ രാജീവ് ചന്ദ്രശേഖറാണ് ഇനി BJPയുടെ തലപ്പത്തേക്ക് എത്തുന്നത് എന്നത് BJP നേതൃത്വത്തിന് മുഴുവൻ ഉണർവ് നൽകുകയും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് കരുത്ത് നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് അതൊരു ആത്മവിശ്വാസവും ഊർജ്ജവും നൽകുന്നത് തുഷാർ വെള്ളാപ്പള്ളിക്കും BDJSനുമാണ്. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് BDJS ബന്ധത്തിൽ നിർണായകമാകും എന്നുള്ളതാണ് പ്രധാനം. മുന്നണിയിൽ കടുത്ത അവഗണന നേരിടുന്നു എന്നതാണ് BDJSന്റെ പരാതി. ഇത് പല നേതാക്കളും പരസ്യമായി പ്രകടമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ NDA മുന്നണി വിടണമെന്ന ആവശ്യവുമായി BDJS കോട്ടയം ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നിരുന്നു. ഈ ആവശ്യമുയർത്തി പാർട്ടി ജില്ലാ പ്രവർത്തന ക്യാമ്പിൽ പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. NDAയിൽ പാർട്ടി കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്ന് പ്രമേയത്തിൽ പറയുന്നു. BJP ചേർത്ത് പിടിച്ചില്ല. കഴിഞ്ഞ 9 വർഷമായി മുന്നണിയിൽ ഒരു പരിഗണനയും ലഭിച്ചില്ല. അർഹമായ സ്ഥാനമാനങ്ങൾ പോലും നൽകിയില്ല. അതിനാൽ NDA വിടണമെന്നും മറ്റു മുന്നണികളിൽ പ്രവേശിക്കുന്നതിൻ്റെ സാധ്യതകൾ പരിശോധിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ BDJS സംസ്ഥാന നേതൃത്വവും തുഷാർ വെള്ളാപ്പള്ളിയും മൗനം പാലിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ. അതേസമയം തുഷാറുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്നയാളാണ് രാജീവ് ചന്ദ്രശേഖർ. ഇത് BDJS BJP മുന്നണി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഗുണം ചെയ്യും എന്നും കരുതുന്നവർ ഏറെയാണ്. NDA മുന്നണി വിട്ട UDFിലേക്ക് പോകണമെന്ന നിലപാടിലാണ് BDJS പാർട്ടിയിലെ മിക്ക നേതാക്കളും. പാർട്ടി പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിക്ക് പോലും അർഹമായ പരിഗണന BJP നേതൃത്വം നൽകുന്നില്ല, NDAയിൽ ലഭിക്കുന്നില്ല എന്നാണ് നേതാക്കൾ ഉന്നയിക്കുന്ന മുഖ്യ ആരോപണം. മുന്നണി മാറ്റം സംബന്ധിച്ച ഏതാനും കോൺഗ്രസ് നേതാക്കളുമായി അനൗദ്യോഗിക സംസാരമുണ്ടായെന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. സന്ദീപ് വാര്യരെ എടുക്കാമെങ്കിൽ പാരമ്പര്യമുള്ള തുഷാറിനെ ഇരുകൈയും നീട്ടി മുന്നണിയിൽ സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു അന്ന് പുറത്തു വന്ന സൂചനകൾ. കേരള കോൺഗ്രസ് UDF വിട്ടതിൽ BDJSന് ഒപ്പം കൂട്ടുന്നത് നല്ലതാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും അഭിപ്രായം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ, ആറ്റിങ്ങൽ, തൃശൂർ എന്നിവിടങ്ങളിലെല്ലാം BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടാൻ മുഖ്യ കാരണം SNDP യോഗത്തിൻ്റെ നിലപാടാണെന്നാണ് BDJS പറയുന്നത്. എന്നാൽ ആ പരിഗണന BJPയിൽ നിന്ന് പാർട്ടിക്ക് കിട്ടുന്നില്ല. മറ്റു പാർട്ടികളിൽ നിന്ന് BDJSൽ എത്തുന്നവർ ക്രമേണ BJPക്കാരായി മാറുകയാണെന്നും പാർട്ടിക്ക് വളർച്ചയില്ലാത്തത് NDAയിൽ നിൽക്കുന്നത് കൊണ്ടാണെന്നും പാർട്ടിയിൽ ചർച്ച ഉണ്ടായി. എന്നാൽ മുന്നണി മാറ്റത്തിൻ്റെ പ്രധാന തടസ്സം തുഷാർ വെള്ളാപ്പള്ളിക്ക് നരേന്ദ്രമോദിയും അമിത്ഷായുമായുമുള്ള വ്യക്തിബന്ധമാണ് എന്നുള്ളതാണ് ഒരു വാദം. അതിനാൽ മുന്നണി മാറ്റമെന്ന അണികളുടെയും നേതാക്കളുടെയും ആവശ്യം തുഷാർ അംഗീകരിക്കാൻ സാധ്യത തീരെ കുറവായിരുന്നു. അതേസമയം രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവോടുകൂടി എല്ലാം മാറിമറിയും. മുൻപുണ്ടായിരുന്നതിനേക്കാൾ മികച്ച ബന്ധം BJP BDJS പാർട്ടികൾ തമ്മിൽ രൂപപ്പെടാനും രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയുടെയും വ്യക്തിബന്ധം ഉപകരിക്കുമെന്നുള്ളതാണ് മറുവിഭാഗത്തിൻ്റെ വാദം. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇരുവിഭാഗങ്ങളും സംയുക്തമായി പരിശ്രമിച്ചാൽ പല സീറ്റുകളും പിടിച്ചെടുക്കാനാകും എന്ന തരത്തിലേക്ക് ചർച്ചകൾ നീളുന്നുമുണ്ട്. എന്തായാലും ആത്മവിശ്വാസം ഏറുകയാണ് BDJSൻ്റെ. BJPയോടൊപ്പം വളരുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അത് എത്തരത്തിൽ മുൻപോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്.